അപ്പം ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ടൊരു കറി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാ അതിലേക്ക് കടുകും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെയാണ് അതിലേക്ക് വേണ്ടത് കേട്ടോ. അതായത് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് വാടി വന്നതിന് ശേഷമാണ് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കുന്നത് കേട്ടോ. പിന്നെ അതിൽ തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി വാടിയതിന് ശേഷം. തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഞാൻ അതൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അതിലേക്ക് നാളികേരം അരക്കണം കേട്ടോ. നാളികേരത്തിൽ കുറച്ച് പെരുംജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ. അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഞാൻ അതൊക്കെ നല്ല വാടി വന്നതിന് ശേഷം ഉണ്ടോ പെരുംജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നാളികേരമാണ് അരച്ചിട്ട് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. വല്ലാണ്ട് വെള്ളം പോലെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കറി റെഡി ആയിട്ടോ. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ കറി റെഡിയായി. പിന്നെ ഇന്ന് കൂർക്കപ്പേരിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. കൂർക്കപ്പേരി കുക്കറിലൊക്കെ തൊലി കളഞ്ഞിട്ട് അങ്ങനെ വറവിലേക്കിട്ടതാണ് കേട്ടോ. ഉള്ളിയും ഉണക്കമുളകൊക്കെ ചേർത്ത് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വറുത്തിട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.